ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഈ ലൈവ് കാണുമ്പോഴേ ഒരു വൃത്തിയില്ലാത്തൊരു വഴക്ക് കണ്ടാൽ നമ്മുടെ ആ ദിവസം നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എനിക്ക് തീരെ മൂടില്ലായിരുന്നു. രാവിലത്തെ ആ വഴക്കെന്ന് പറയുന്നത് ഭയങ്കര വൃത്തികെട്ട വഴക്കായിപ്പോയി, വൃത്തിയില്ലാത്ത ഒരു വഴക്കായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ബിന്നിക്കാണ് അവിടെ ഏറ്റവും വലിയ വൃത്തി ഉള്ളത്. പക്ഷെ ഇന്നത്തെ ബിന്നിയുടെ ആ ഒരു വൃത്തി കേടുണ്ടല്ലോ, അത് നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റിയിരുന്നു. അത് മാത്രമല്ല, അനുമോളും ഇന്ന് വലിയൊരു കുഴപ്പമാണ് അവിടെ കാണിച്ചത്. അനുമോളുടെ ഭാഗത്തും വലിയൊരു തെറ്റുണ്ട്, ഒരു വീഴ്ചയുണ്ട്. ഇതവർ കോംപ്രമൈസ് ചെയ്യാതെ ഈ വഴക്കുണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഉച്ചത്തിൽ സംസാരിച്ച് അതവിടെ അങ്ങ് ഒതുക്കുകയാണ് ചെയ്യാറ്. ഇന്നത്തെ ആ ഒരു വഴക്ക് എനിക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ ദിവസം ഒരു കണ്ടുകൊണ്ടിരിക്കാനൊന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് തന്നെ ദേഷ്യം വന്നു, എല്ലാവരോടും ദേഷ്യം വന്നു. നമ്മുടെ മൂഡ് സ്പോയിൽ ചെയ്യുന്ന കണക്കായിരുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ലൈവിൽ ഒരു വലിയ വഴക്ക് നടന്നു. സംഭവം 2 ദിവസമായിട്ട് അവർക്കൊരു ഡ്രൈ ഡേ ഉണ്ട്, പിന്നെ അതുപോലെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഉണ്ട്. അപ്പൊ ഫുഡ് 3 നേരവും ബിഗ് ബോസ് ആണ് കൊടുക്കുന്നത്. ഈ 3 നേരം ബിഗ് ബോസ് കൊടുത്ത ഫുഡില് 2 ബൗളോളം വരുന്ന ചോറ് അധികം ഉണ്ടായിരുന്നു. ഒരു ബൗള് ചോറ് അത് അനീഷ് എങ്ങാണ്ടാണ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത്. അനീഷാണ് ഈ പറഞ്ഞ കറിയും ഒക്കെ കുറെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത്. പക്ഷേ ബിന്നി അവിടെ എടുത്ത് വെച്ചെന്ന് വെച്ചാൽ 3ാമത്തെ നേരം, അതായത് രാവിലെയും ഉച്ചയ്ക്കത്തതും കിട്ടിയതെല്ലാം കഴിച്ചിട്ട് ബാക്കിയെല്ലാം അവർ കളയുകയാണ് ചെയ്തത്. 3ാമത് കിട്ടിയതിനകത്തുനിന്ന് എന്തൊക്കെയോ ബിന്നിയും എടുത്ത് ഉള്ള സ്പേസിൽ വെച്ചു. പക്ഷെ സ്പേസിൽ വെച്ചത് ആ തന്ന ബിഗ് ബോസ് കൊടുത്ത ആ ഒരു കാസറോളിൽ നിന്നൊക്കെ അത് അതേ കണക്കെടുത്ത് നേരെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. അത് അവിടെ ഉള്ള ഒരു ചെറിയ ഡിഷിനകത്തൊക്കെ ഇട്ട് അടച്ചടച്ച് വെക്കുകയാണെങ്കിൽ ആ ഫ്രിഡ്ജ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ഫ്രിഡ്ജ് 2 സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു വലിയ ഫ്രിഡ്ജാണ്. നമ്മുടെയൊക്കെ വീടിനുള്ളതിനേക്കാൾ വലിയൊരു ഫ്രിഡ്ജാണ് ബിഗ് ബോസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഫ്രിഡ്ജിൽ എന്തായാലും വെക്കാനുള്ള സാധനങ്ങളെ ഉണ്ടാവാൻ സാധ്യതയുള്ളായിരുന്നു. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ചുമ്മാ ആ കിട്ടുന്ന ഫുഡ് അതേ കണക്കുള്ള ആ ഡിഷിൽ, വലിയ ഡിഷിൽ അതേ കണക്ക് ഫുഡ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 3 ഐറ്റംസ് അല്ലെങ്കിൽ 4 ഐറ്റംസ് വെക്കാൻ പറ്റും. അവർ ശരിക്കും പറഞ്ഞാൽ ആ ഫ്രിഡ്ജിൽ സേവ് ചെയ്തത് ഒരു ബൗളോളം വരുന്ന ഒരു റൈസും പിന്നെ ഒരു 4 കൂട്ടം കറിയും. ആ കറി തന്നെ എന്തൊരു മുളക് കറി, അത് ആര്യന് വേണം എന്ന് പറഞ്ഞിട്ട് ആര്യൻ വന്ന് പറഞ്ഞത് കൊണ്ട് ബിന്നി എടുത്ത് വെച്ചു എന്ന് പറയുന്നുണ്ട്. ആ കറി അല്ലാതെ പിന്നെ അങ്ങോട്ടൊരു 3 കറിയും കൂടി എങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ച കാര്യം. ബാക്കി ഫുഡ് അത്രയും കളഞ്ഞു. അതിന്റെ പിന്നിൽ ബിന്നി തന്നെയാണ്. അത് ബിന്നി പറയുന്നുണ്ട്, ബാക്കി ഫുഡ് കളയാതെ ഇവിടെ ആരും എടുക്കത്തില്ല, ഇവിടെ ഒരു ദിവസം പഴകിയ ഫുഡ് ഇവിടെ ആരും കഴിക്കത്തില്ല. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, അനീഷും അക്ബറും പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല, അത് ബിന്നി പറയുന്നത് തെറ്റാണ്, ഞങ്ങളൊക്കെ കഴിക്കാറുണ്ട്, കഴിച്ചിട്ടുമുണ്ട്, അതൊരു പ്രശ്നമല്ല, ഫ്രിഡ്ജിൽ വെച്ച് നമ്മളത് ചൂടാക്കി കഴിക്കുന്നതാണ്. അപ്പൊ അത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് ഇത് പറയരുതെന്ന് അക്ബറും അനീഷും. അനീഷാണെങ്കിൽ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. കാരണമുണ്ട്, രാവിലെ അവിടെ വന്നപ്പോൾ കിച്ചണിൽ പുഴുക്കൾ വരെ വന്നു. കാരണം ഇന്നലത്തെ അല്ല, മിനഞ്ഞാനത്തെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ കിടക്കുകയാണ്. അങ്ങനെ വെസൽ ടീമിലുള്ളത് കൊണ്ട് തന്നെ അത് മുഴുവൻ വൃത്തിയാക്കിയത് അനീഷും ജിസേലും കൂടിയാണ്. ജിസേൽ എന്നിട്ട് ഈ വിഷയം അവിടെ നടക്കുന്ന സമയത്ത് ആ ജിസേൽ പോയി അനുമോളോട് കാര്യം പറഞ്ഞ് അനുമോളെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അനുമോൾ അന്നേരം അതൊക്കെ കണ്ടെല്ലാം മനസ്സിലാക്കിയിട്ട് അനുമോൾ നേരെ റെഡിയാകാൻ പോയി, കുളിച്ച് ഒരുങ്ങി അവിടെ ആദിലെടുത്തും നൂറെടുത്തും തമാശയൊക്കെ പറഞ്ഞ് ഈ അനീഷിന് ഇത് എന്തിന്റെ കേടാണ്, ഈ അനീഷേട്ടൻ ഭയങ്കര കുഴപ്പമാണ്, ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന അനുമോളെയാണ് ഞാൻ ഒരു സൈഡിൽ കണ്ടത്. അനുമോള് ശരിക്കും പറഞ്ഞാൽ ഈ വഴക്കെല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും, അതായത് ഒരുങ്ങി നല്ല സുന്ദരി കുട്ടി ആയിട്ട് വന്നപ്പോൾ ആ വഴക്കൊക്കെ ഒരുവിധം കഴിഞ്ഞു. എന്നിട്ട് വന്നിട്ട് പാത്രമൊക്കെ എടുത്തിട്ട് ബിന്നി ആ എണ്ണ എന്ത് ചെയ്യാ, ആ എണ്ണ ഞാൻ ഇന്നലെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ബിന്നി എടുത്ത് അനുമോള് സംസാരിക്കുക. അപ്പൊ ബിന്നി അന്നേരം വഴക്കൊന്നും ഇടാതെ ബിന്നി പറയുന്നുണ്ട്, എടി നീ അല്ലേ അന്നത്തെ ദിവസം ലാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത്, എന്നിട്ട് നീ എന്തത് വൃത്തിയാക്കാതെ പോയത് എന്ന്. അപ്പൊ അനുമോൾക്ക് തർക്കമൊന്നുമില്ല, കാരണം അനുമോളായിരുന്നു അന്ന് കയറിയത്, അത് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അനുമോൾ അത് വൃത്തിയാക്കിയിട്ടില്ല. ബിന്നി എന്തോ ആയിരുന്നു, ബിന്നി അന്ന് പിണങ്ങിയിരുന്നു, അത് കാരണം അടുക്കളയിലോട്ട് കയറിയില്ല, അതുകൊണ്ട് കിച്ചൺ ഭാഗം നോക്കിയില്ല, അങ്ങോട്ട് വന്നില്ല എന്ന് ബിന്നിയുടെ ഭാഗത്തെ ന്യായം. എന്നാ ബിന്നിക്ക് അന്നേരം അത് ബിന്നി ക്യാപ്റ്റനാണ്, പിണങ്ങിയിരുന്നില്ല, ബിന്നി ക്യാപ്റ്റനാണ്. അത്രയും അവിടെ പ്രശ്നം ഉണ്ടായി, കിച്ചൺ വൃത്തികേടായി, പുഴു കയറി, ഇതൊക്കെ സമ്മതിച്ചിട്ട് അനീഷ് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കിച്ചന്റെ ടീമിൽ നിന്ന് വന്ന വീഴ്ചയാണ്, ഞാൻ അന്നത്തെ ദിവസം പിണങ്ങിയിരുന്നതുകൊണ്ട് ഞാൻ കണ്ടില്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞത് സോൾവ് ചെയ്യാൻ നോക്കാതെ അനീഷ് പറയുന്നതിന് തർക്കുത്തരം പറഞ്ഞ് അനീഷിനെ ചുമ്മാ അങ്ങോട്ട് പിന്നെയും ഫൈറ്റ് ചെയ്ത് ഭയങ്കര ശബ്ദത്തിൽ സംസാരിച്ച് അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നിൽക്കുകയാണ്. അനീഷിന്റെ ഭാഗത്ത് ആ ഒരു ന്യായമുണ്ടെങ്കിൽ അനീഷ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതിനി ആരാണെങ്കിലും, ഷാനവാസ് ആണെങ്കിലും ആരാണെങ്കിലും
അത് അനീഷ് നന്നായിട്ട് സംസാരിച്ച് നിൽക്കും. ഇന്നത്തെ ഈ രാവിലത്തെ അടിയിൽ, അതായത് ഈ പറയുന്ന വൃത്തികേടാക്കി കിടന്ന ആ ഒരു കാര്യത്തിൽ അനീഷിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായതുകൊണ്ട് അനീഷ് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു നിന്നു. പക്ഷെ ഈ സമയത്ത് ഷാനവാസും അനിമോളും കിച്ചൺ ടീമിനകത്തുണ്ട്. ഷാനവാസും ആ സമയത്ത് അവിടെ ഇല്ല, അനിമോൾ അവിടെ ഉണ്ടായിട്ടും അനിമോൾ മാറി നിന്ന്. അനിമോളുടെ കാര്യത്തിൽ മറ്റൊരു കുഴപ്പം പറയുകയാണെങ്കിൽ, അനിമോൾ മറ്റെന്ത് വിഷയമാണെങ്കിലും അനിമോൾ കയറി ഇടപെടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ജിസേലിന്റെ ആരിന്റെ വിഷയമാണെങ്കിൽ നല്ല പോലെ ഇടപെടും. കാരണം ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നത് അനിമോൾക്ക് ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. ഇന്നലത്തെ ആ പുതപ്പിന്റെ വിഷയം സത്യം പറഞ്ഞ അനിമോൾക്ക് എന്തിന്റെ കേടാണ്, എന്താണ് അനിമോളുടെ പ്രശ്നം? ലാലേട്ടന്റെ മുന്നിൽ വെച്ച് നല്ലൊരു തഗ് ഡയലോഗ് അനിമോൾ വിട്ടു. അതായത് അന്ന് ലാലേട്ടൻ അത് പറഞ്ഞതിന് ശേഷം ഞാൻ അത് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ അവിടെ കഴിഞ്ഞതിന് ശേഷം ഈ ലാലേട്ടൻ പോയതിനു ശേഷം തിരിച്ചു വന്നിട്ട് പുതപ്പിന്റെ എണ്ണം എടുക്കുന്നു. അവര് 3 പുതപ്പിനകത്തോ 5 പുതപ്പിനകത്തോ കിടന്നോട്ടെ, ഇത് നോക്കാൻ അനിമോൾക്ക് എന്തിന്റെ കേടാണ്? അത് ഷാനവാസ് പറയുന്ന കണക്ക് ഷാനവാസ് എന്താ അനിമോൾക്കെതിരെ അവിടെ സംസാരിക്കേണ്ടി വന്നു, അനിമോൾക്കെതിരെ സംസാരിച്ചു. അതായത് ഇവക്ക് വെറും കണ്ണുകടി, ആ ഒരു കണ്ണുകാടി അനിമോൾ മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഇവിടെ ബിഗ് ബോസിൽ വന്നേക്കുന്നത് ആരിന്റെയും ജിസേലും അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു നോക്കിയെടുക്കാനല്ലല്ലോ. പിന്നെ എന്തിനാണ് അവിടെ ഇവിടെ മാറി നിന്ന് അനിമോൾ അത് പറയുന്നത്? ആ സമയം കൊണ്ട് ഇന്ന് രാവിലെ ഈ ഒരു അടുക്കള വിഷയത്തിൽ അനിമോൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിരുന്നുവെങ്കിൽ അനിമോൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു നല്ലതുണ്ടെന്ന് പറയായിരുന്നു. ഇന്ന് എന്ത് ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, ഭയങ്കര നെഗറ്റീവായി പോയി. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന ബിന്നിയും അതുപോലെ ലക്ഷ്മി ഇടയ്ക്ക് പറയുന്നുണ്ട് ചായ ഇടാൻ വളരെ ലേറ്റായി. കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ്ലി ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ലക്ഷ്മി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മി വേണ്ടതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, വേണ്ടാത്തതിനെയൊക്കെ ലക്ഷ്മിയും തർക്കിക്കുന്നുണ്ട്. അത്ര പോലും മര്യാദ ബിന്നി അവിടെ കാണിച്ചില്ല. ബിന്നി ഭയങ്കര വൃത്തിയിൽ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഡോക്ടറാണ് ബിന്നി. എന്നിട്ട് ഇത്രയും വൃത്തികേടായിട്ടൊരു കാര്യം അവിടെ നടത്തിയെടുത്തിട്ട് അവിടെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഒനീൽ പറയുന്നുണ്ട് ബിന്നിക്ക് കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടൊരു അവസരം കൊടുത്തപ്പോൾ ഇനി ഹൗസ് ക്യാപ്റ്റൻ ആണെങ്കിൽ എന്താവും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങളെ ബിന്നിയെ ആ ഒരു ക്യാപ്റ്റൻ പൊസിഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഇട്ട് തന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്നിങ്ങനെ ഒനീൽ പറയുന്നുണ്ട്. ഏതായാലും ശരി, ബിന്നി തന്നെയാണ് ഈ ആഴ്ചയിലെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ. ആര്യനെയും അക്ബറിനെയും തോൽപ്പിച്ച് ബിന്നി തന്നെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. നമുക്ക് കാണാം, എന്തായാലും ഈ ആഴ്ച വെറും ഫ്ലോപ്പ് ആയിരിക്കും ഉറപ്പായിട്ടും. അതിനിപ്പോ ആര് ക്യാപ്റ്റനായി വന്നാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ചയെങ്കിലും ഇതുവരെ ക്യാപ്റ്റൻ ആകാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ക്യാപ്റ്റനായി വരട്ടെ. എന്തായാലും ബിന്നിയുടെ കാര്യത്തിൽ എന്റെ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. ബിന്നി ഭയങ്കര വെറും മോശമായിട്ടുള്ള ഒരു വഴക്കായിരുന്നു ഇന്ന് കൂടിയത്. അനിമോൾക്കും അതിനകത്ത് ബന്ധമുണ്ട്. കാരണം അനിമോളും ഈ പറഞ്ഞ അന്ന് രാത്രി വൃത്തികേടാക്കി ഇട്ടിട്ട് പോയത് അനിമോളും കൂടിയാണ്. പക്ഷെ ആ ടീമിനകത്ത് ഉണ്ടായിട്ട് പോലും അത് അനിമോളൊന്നും മൈൻഡ് ചെയ്യാൻ, ആ വഴക്ക് നടക്കുന്ന സമയത്ത് അനിമോൾ പോലും അവിടെ വന്നില്ല, സംസാരിച്ചില്ല. അതൊരു തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.